വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ്, ദോഹ, ഖത്തർ. അധ്യായം 434. സമൂഹത്തിൽ നന്മകൾ വിരിയിക്കുന്നവരാണ് വിജയിക്കുക. ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം പുതുവർഷത്തെ വരവേറ്റത്. ആശംസകളും പ്രാർത്ഥനകളും ആഘോഷങ്ങളുമൊക്കെയായി പുതുവർഷം പിറന്നു. വർദ്ധിത വീര്യത്തോടും ആവേശത്തോടെയും ജീവിതയാത്ര മുന്നോട്ട് കുതിക്കുന്നു. പക്ഷേ ഈ കുതിപ്പ് തുടരണമെങ്കിൽ ജീവിതത്തിൽ കുറേ മൂല്യങ്ങളും സ്വഭാവശീലങ്ങളും തുടർന്നേ മതിയാകൂ. സ്വന്തത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്നവരാവുകയെന്നതാണ് അതിൽ ഏറെ പ്രധാനം. നന്മകളും പുണ്യങ്ങളും വർദ്ധിപ്പിച്ച് ഇന്നലെയേക്കാൾ നല്ല മനുഷ്യരാകാനാണ് നാം ഇന്ന് ശ്രമിക്കേണ്ടത്. നന്മ ഒരു വിത്ത് പോലെയാണ്. അത് വിതച്ചിടുന്നിടത്ത് വിശ്വാസവും സ്നേഹവും ഐക്യവും വളരും. സ്വാർത്ഥതയ്ക്ക് താൽക്കാലികമായ നേട്ടമുണ്ടായേക്കാം, എന്നാൽ നന്മയ്ക്ക് ദീർഘകാല വിജയം ഉറപ്പാണ്. മറ്റുള്ളവരെ ഉയർത്തുന്നവരാണ് അവസാനം സ്വയം ഉയർന്നുയരുന്നത്. സമൂഹത്തിന്റെ നന്മയെ സ്വന്തം ലക്ഷ്യമാക്കിയവരെയാണ് ചരിത്രം വിജയികളായി അടയാളപ്പെടുത്തുന്നത്. പുതുവർഷത്തിൽ നാം പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവഗുണം നമ്മുടെ നാവിനെ സൂക്ഷിക്കുകയെന്നതാണ്. സുഹൃത്ത് റസാഖ് വഴിയോരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു കുറ്റവാളിയെ നാടുകടത്താൻ വിധിക്കുന്നതിന് മുമ്പ് ന്യായാധിപൻ അയാളോടൊരു ചോദ്യം ചോദിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും നികൃഷ്ടവുമായ സാധനം ഏതാണ്? ഉത്തരം പറയാൻ അയാൾക്ക് ഒരു ദിവസവും സമയവും അനുവദിച്ചു. ശരിയായ ഉത്തരം പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നാട് വിട്ടു പോകേണ്ടി വരും. ഏതായാലും കുറ്റവാളിയായ മനുഷ്യൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അയാളുടെ ഭാര്യയോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അവൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ കുറ്റവാളിയാണെന്ന് ന്യായാധിപൻ വിധിക്കാൻ കാരണം നിങ്ങൾ കളവ് പറഞ്ഞ് ആളുകളുടെ പണം സൂത്രത്തിൽ തട്ടിയെടുത്തതുകൊണ്ടല്ലേ? അതിന് നിങ്ങളെ സഹായിച്ചത് നിങ്ങളുടെ നാവും. അതുകൊണ്ട് ഏറ്റവും നികൃഷ്ടമായ സാധനം നാവ് തന്നെയാണ്. സത്യം പറയാനും ആളുകളോട് സ്നേഹത്തോടെ സംസാരിക്കാനും നാവ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അതെത്ര വിശിഷ്ടമായേനെ. ഭാര്യ പറഞ്ഞതിൻ്റെ പൊരുൾ അയാൾക്ക് ശരിക്കും മനസ്സിലായി. പിറ്റേ ദിവസം അയാൾ ന്യായാധിപന്റെ മുന്നിലെത്തി ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും നികൃഷ്ടവുമായ സാധനം മനുഷ്യന്റെ നാവ് തന്നെയാണ്. എനിക്കെന്റെ തെറ്റു മനസ്സിലായി. ഇനി മുതൽ കളവ് പറയാനോ ആളുകളെ കബളിപ്പിക്കാനോ ഞാൻ എൻ്റെ നാവ് ഉപയോഗിക്കില്ല. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം. സ്വന്തം തെറ്റു മനസ്സിലാക്കി സത്യസന്ധമായി ജീവിക്കാൻ തയ്യാറായതിനാൽ ന്യായാധിപൻ അയാൾക്ക് മാപ്പ് നൽകിയെന്നാണ് കഥ. വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ഈ കഥ അടിവരയിടുന്നത്. വാക്കുകൾ വളരെ കരുത്തുറ്റ ആയുധമാണ്. അത് സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാൻ. പലപ്പോഴും പലരും നമ്മെ വെറുക്കാനും ഇഷ്ടപ്പെടാനും നമ്മൾ പറയുന്ന വാക്കുകൾ കാരണമാകാറുണ്ട്. ഒരാളെ അപകടത്തിലാക്കാനും ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും നാവ് കാരണമാകാറുണ്ട്. ഒരാളുടെ ജീവിതം സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും അയാളുടെ നാവ് തന്നെയാണ്. സൂക്ഷ്മതയില്ലാതെ നാവ് ഉപയോഗിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അതിനാൽ നാവിനെ സൂക്ഷിക്കുക. മനസ്സിൽ തോന്നുന്ന ചിന്തകൾ വാക്കുകളായിട്ടാണല്ലോ നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്നത്. വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു. പ്രവൃത്തികൾ ശീലങ്ങളാവുകയും ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മുന്നോട്ടുള്ള ജീവിതം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉന്നത നിലവാരത്തിലുള്ള ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുകയും അതിലൂടെ നല്ല വാക്കുകളും നല്ല ശീലങ്ങളും തുടങ്ങുകയും വേണം. കഴിഞ്ഞ വർഷത്തിൽ പല നല്ല ബന്ധങ്ങളും മുറിഞ്ഞു പോകാൻ നമ്മുടെ നാവ് കാരണമായിട്ടുണ്ടാകാം. ഈ വർഷത്തിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പുതിയ ചില ശീലങ്ങൾ തുടങ്ങുക. കുറച്ചു പറയാനും കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരോട് സൂക്ഷ്മതയോടെ സംസാരിക്കാനും ശ്രമിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുക. അതിലൂടെ വരും ദിനങ്ങളിൽ നല്ല സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയും. നന്മകളും പുണ്യങ്ങളും വളർത്താനും പ്രോത്സാഹിപ്പിക്കുവാനും മാത്രം നമ്മുടെ നാവുകളെ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതവും ചുറ്റുമുള്ളവരുടെ ജീവിതവും സുന്ദരമാകും. കാരണം വാക്കുകൾ വിത്തുകളാണ്. അവ സ്നേഹമാകുമ്പോൾ ബന്ധങ്ങൾ പുഷ്പിക്കും. പ്രതീക്ഷയാകുമ്പോൾ മനസ്സുകൾ ശക്തമാകും. നാവിലൂടെ വിതയ്ക്കുന്ന നന്മ ജീവിതത്തിലൂടെ വിളവായി തിരിച്ചുവരും. അതിനാൽ പറയുന്ന ഓരോ വാക്കും ഒരു പ്രാർത്ഥനയെന്ന പോലെ ശുദ്ധവും സ്നേഹപൂർവവുമാകുമ്പോഴാണ് ജീവിതം മനോഹരമാവുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomediaplus@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.